ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കേട്ടറ്റ് എക്സാമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ BEd പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കമ്മീഷൻ ടൈമിൽ കേട്ടറ്റ് 2ഉം 3ഉം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്വാളിഫൈ ചെയ്തു എന്നുള്ളത്. ഞാൻ ഒരു കോച്ചിങ്ങും കാര്യങ്ങളും ഒന്നും എടുക്കാതെ എങ്ങനെയാണത് ക്വാളിഫൈ ചെയ്തത് എന്നുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് കേട്ടറ്റ് 2ൻ്റെ കാര്യം സംസാരിക്കാം. പിന്നെ പൊതുവേ എനിക്ക് ആദ്യമായിട്ടൊരു കാര്യം പറയാനുള്ളത്, കേട്ടറ്റ് എന്ന് പറയുന്ന എക്സാം അങ്ങനെ വലിയൊരു ബാലികേറാമല ഒന്നല്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ആർക്കും വളരെ ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. അതിൽ ഭൂരിഭാഗവും നമ്മൾ പഠിച്ച സിലബസിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് കേട്ടറ്റ് 2ൻ്റെ കാര്യം സംസാരിക്കാം. അതിൽ ഒന്ന് നമുക്ക് വരുന്നത് സൈക്കോളജിയാണ്. അതിൽ നമ്മൾ DLEDൻ്റെയോ അല്ലെങ്കിൽ BEdൻ്റെയോ സൈക്കോളജി ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ പഠിച്ചത് അതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ആ ഒരു സൈക്കോളജി സബ്ജക്റ്റ് നമ്മൾ തറോ ആക്കിയാൽ അവിടെ യാതൊരുവിധ പ്രശ്നം വരാൻ പോകുന്നില്ല. ക്വസ്റ്റ്യൻസ് മുഴുവൻ അതെന്നായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും കേട്ടറ്റ് 2 ആകുമ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ ഓപ്റ്റ് ചെയ്യണം. അതായത് ഒന്നുകിൽ സയൻസ്, അല്ലെങ്കിൽ സോഷ്യൽ, അല്ലെങ്കിൽ മാത്സ്. അപ്പോൾ ഈ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് മാത്സ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും മാത്സിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ മാത്രം മാത്സ് സെലക്ട് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് സയൻസ് വിഷയങ്ങളോട് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്, അല്ലെങ്കിൽ +2നൊക്കെ സയൻസ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി സയൻസിലാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ അങ്ങനെയുള്ളവർ സയൻസ് ഓപ്റ്റ് ചെയ്യാം. പിന്നെ ലിറ്ററേച്ചർ പോലുള്ള സബ്ജക്റ്റുകൾ, ഇപ്പോൾ BA ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിച്ച, ലിറ്ററേച്ചർ പോലുള്ള സബ്ജക്റ്റുകൾ പഠിച്ചവർ ഒരിക്കലും മാത്സോ സയൻസോ എടുക്കരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ചിലപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കും, ശരിയാണ്, പക്ഷേ നിങ്ങൾ മാത്സും സയൻസുമായിട്ടുള്ള ടച്ച് മേ ബി നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിന്നോ അല്ലെങ്കിൽ +2 കാലഘട്ടത്തിലോ വിട്ടതായിരിക്കും. പിന്നെ നിങ്ങൾ ഇതിനു വേണ്ടി പഠിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് എക്സ്ട്രാ ടൈം അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പം വേണ്ട രീതിയിൽ ചിലപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും കംഫർട്ട് എന്ന് പറയുന്നത് സോഷ്യലാണ്. സോഷ്യലാകുമ്പോൾ അങ്ങനെ നമുക്ക് വലിയ ബുദ്ധിമുട്ടി പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. PYQs, ഒരുവിധം PYQs പഠിച്ചാൽ മാത്രം നമുക്ക് ഈസി ആയിട്ട് എക്സാം പാസ്സാവാൻ പറ്റും. അപ്പോൾ എപ്പോഴും അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക, സോഷ്യൽ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് നമ്മുടെ ഡിഗ്രി സബ്ജക്റ്റും പിന്നെ ഡിഗ്രി സബ്ജക്റ്റ് സയൻസോ മാത്സോ അല്ലാത്തവരും, പിന്നെ നിങ്ങൾ ആ സയൻസ് മാത്സ് വിഷയങ്ങളിൽ അത്ര എഫിഷ്യൻ്റ് അല്ല എന്നുള്ള, അത്ര നിങ്ങൾ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ അത്തരം ആളുകളും എന്ത് ചെയ്യുക, സോഷ്യൽ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ കേട്ടറ്റ് 3ൻ്റെ കാര്യം വരുമ്പോൾ ഇതിലും നമ്മൾ പറഞ്ഞു, എന്താ പറയുക, സൈക്കോളജി ഒരു മെയിൻ പാർട്ടാണ്. അത് നിങ്ങളുടെ BEd ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ അതിൽ നമുക്ക് അങ്ങനെ സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ടാവില്ല. കാരണം നമ്മുടെ ഡിഗ്രി ഏതാണോ ആ വിഷയം തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ BA ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ഗ്രാമർ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഡിഗ്രിക്ക് പഠിച്ചതായി കാര്യങ്ങളിൽ നിന്നാണ് ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും വരിക. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഡിഗ്രിയുടെ ലിറ്ററേച്ചറും ഗ്രാമർ പാർട്ടും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പം കേട്ടറ്റ് 3ൻ്റെ കാര്യത്തിൽ ഇത്രയും ഉണ്ടാവുക. പിന്നെ ഒരു ഇംഗ്ലീഷ് നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷാണ് മെയിൻ സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ ഒരു എക്സ്ട്രാ സബ്ജക്റ്റായിട്ട് മലയാളം ഓപ്റ്റ് ചെയ്യേണ്ടി വരും. അതിൽ ചെറിയ ചെറിയ ഗ്രാമർ ചോദ്യങ്ങളും 1-2 ലിറ്ററേച്ചർ ഭാഗത്തുനിന്ന് കുറച്ച് ചോദ്യങ്ങളും മാത്രമാണ് അതിലുണ്ടാവുക. അത് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇതേപോലെ തന്നെ കേട്ടറ്റ് 2ലും നിങ്ങൾ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, ഇംഗ്ലീഷ്, മലയാളം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കൊടുക്കുക. നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് കൊടുക്കുക. സിലബസ് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ലാംഗ്വേജ് കൊടുക്കുമ്പം എന്തൊക്കെ ടോപ്പിക്ക് വരും, സെക്കൻഡ് ലാംഗ്വേജ് കൊടുക്കുമ്പോൾ എന്തൊക്കെ ടോപ്പിക്ക് വരും എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്യുന്നതിലും ആണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇതിനെ നമുക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോച്ചിങ്ങിനൊക്കെ പോയിട്ട് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നും കേട്ടറ്റിനില്ല. പിന്നെ നിങ്ങളത്ര കോൺഫിഡൻ്റ് അല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു കോച്ചിങ് എടുക്കണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ എടുക്കാം. ഓൺലൈൻ കോച്ചിങ്ങും അല്ല ഓഫ്ലൈനും ഒക്കെ ഇപ്പോൾ കിട്ടാനുണ്ട്.
പിന്നെ എന്താ പറയുക, ഇതിൽ മെയിനായിട്ട് റാങ്ക് ഫയൽ വാങ്ങി പഠിക്കണമെന്ന് ചിലർ ചോദിക്കാറുണ്ട്. റാങ്ക് ഫയൽ വാങ്ങി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ റാങ്ക് ഫയലിലും നമ്മുടെ DLEDൻ്റെയും BEdൻ്റെയും പുസ്തകത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ സോഷ്യൽ പോലുള്ള എക്സ്ട്രാ സബ്ജക്റ്റുകൾ ഒപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതും മലയാളം, ഇംഗ്ലീഷ് പോലുള്ള ഗ്രാമർ പാട്ടുകളും നമുക്ക് റാങ്ക് ഫയലിന് കിട്ടും. പിന്നെ എന്താ പറയുക, ഒരുവിധം നമുക്ക് ഇംഗ്ലീഷും മലയാളം ഒരുവിധം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ റാങ്ക് ഫയലിൻ്റെ ആവശ്യം ഇല്ല എന്നാണ്. ആവശ്യമുള്ളവർക്ക് വാങ്ങാം കേട്ടോ. ഞാൻ പറയുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മൾ പഠിക്കുന്നതിൻ്റെ വീടൊക്കെ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മ ഉണ്ടാവും. കാരണം നമ്മൾ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ. ഇപ്പോൾ സൈക്കോളജി പാട്ടൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് റാങ്ക് ഫയലിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതൊക്കെ BEd ഒക്കെ കുറേ കഴിഞ്ഞിട്ട് ടച്ച് വിട്ടിട്ടാണ് ഈ എക്സാം എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കാറ്ററ്റിൻ്റെ റാങ്ക് ഫയലും അതേപോലെ തന്നെ ഒരു കോച്ചിങ് ക്ലാസ്സൊക്കെ എടുത്ത് പോകുന്നത് നന്നായിരിക്കും. പിന്നെ എൻ്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, BEdൻ്റെ 3rd സെമിസ്റ്ററിൽ കമ്മീഷൻ ടൈമിലാണ് ഞാനിത് ക്വാളിഫൈ ചെയ്യുന്നത്. ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു റാങ്ക് ഫയലോ ഒരു പെയ്ഡ് ക്ലാസ്സിനോ ഞാൻ പോയിട്ടില്ല. ഞാൻ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് PYQs പ്രാക്ടീസ് ചെയ്യുക എന്നാണ്. അതും എനിക്ക് അങ്ങനെ പെന്നും പേപ്പറൊക്കെ എടുത്ത് ഇരുന്ന് അങ്ങനെ എഴുതി പഠിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. കമ്മീഷൻ ടൈമിലുള്ള തിരക്കുകൾ നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, യൂട്യൂബിൽ PYQസിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്, നല്ല ക്ലാസ്സുകൾ കിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചാനൽ ഫസ്റ്റ് നമ്മൾ തേടി പിടിക്കുക എന്നാണ്. എല്ലാ സബ്ജക്റ്റും ഉൾക്കൊള്ളുന്ന ഒരു ചാനൽ തേടി പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് കടമ്പ. ആ ചാനൽ തേടി പിടിച്ചതിന് ശേഷം അതിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഓരോ സബ്ജക്റ്റ് വൈസ് ക്ലാസ്സുകൾ അതിലുണ്ടാകും. അത്തരം ചാനലുകൾ സോഷ്യൽ ഉണ്ടാകും, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ സൈക്കോളജി, ഈ 4 സബ്ജക്റ്റ് രീതിയിൽ. അല്ലെങ്കിൽ നിങ്ങൾ സയൻസ് ആണോ മാത്സ് ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഇത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ PYQs അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഫ്രീ ടൈം കിട്ടുന്ന അപ്പോഴൊക്കെ PYQs മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടിട്ട് പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ ഓഡിയോ PSC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. അത് റെഗുലറായിട്ട് ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു. നല്ല ക്ലാസ്സുകളാണ് അതിൽ ആ സാറ് എടുക്കുന്നത്. നല്ല ലൈവും ഒക്കെ ഉണ്ടാകും. പ്ലേലിസ്റ്റിൽ സബ്ജക്റ്റ് വൈസായിട്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കൃത്യമായി പഠിച്ച് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റിയത്, ഈ കേട്ടിട്ട് 2ഉം 3ഉം ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത്. അത് ഞാൻ കേട്ട് പഠിച്ചാണ് കേട്ടോ. ഞാൻ നോട്ട്സ് എഴുതിയിട്ടോ റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ടോ ക്ലാസ്സിന് പോയിട്ടോ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പോയി ഒന്ന് എഴുതി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കും ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോസ്. അപ്പോൾ വരും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വരുന്ന വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. Thank you.